ശിരൂരിൽ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അർജുന്റെ മൃതദേഹവും കാത്ത് കുടുംബം DNA പരിശോധനാ ഫലം വന്നാലുടൻ കർണാടക സർക്കാർ മൃതദേഹം കേരളത്തിലെത്തിക്കും. അർജുന്റെ വീട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, DNA കുറച്ചൊന്ന് വൈകും എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ സാമ്പിൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വൈകി, പല കാരണങ്ങളുണ്ടാകാം. എത്രയും പെട്ടെന്ന് അർജുൻ വീട്ടിലേക്ക് എത്തും എന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ, എന്ന സങ്കടത്തോടെയുള്ള കാത്തിരിപ്പിൽ തന്നെയല്ലേ കുടുംബം? ഷഹദ്, തീർച്ചയായും ഹാഷ്മി, പ്രവിത, നമ്മൾ നിൽക്കുന്നത് അർജുന്റെ വീട്ടിന് മുൻപിലാണ്. നമുക്ക് കാണാം ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ, അതായത് അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 73 ദിവസമായി അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അർജുനെ കണ്ടു കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഈ DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം അർജുന്റെ സ്വന്തം വീട്ടിലേക്കും അർജുന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭാര്യയുടെയും മകന്റെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ ബന്ധുക്കളുമായൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി, ഏകദേശം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി ഈ DNA പരിശോധനാ ഫലം പുറത്തു വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയോടുകൂടി ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ വീടിന്റെ പുറകുവശത്തെ എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. ഈ വീടിന്റെ സൈഡ് ഭാഗത്തായിട്ടാണ് അർജുന്റെ മൃതദേഹം സംസ്കരിക്കുക. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അർജുന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെയായിട്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അർജുനായിട്ടുള്ള കാത്തിരിപ്പ് അത് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ വേദനാജനകമായ കാത്തിരിപ്പ് അത് തുടരുകയാണ്. അർജുനെ കണ്ടെത്തി എന്നുള്ള ആ ഒരു ആശ്വാസം മാത്രമാണ്. അപ്പോൾ ആ വേദന അവസാനിക്കുന്നില്ല എന്നാണ് ഷഹദ് റഹ്മാൻ നൽകുന്ന വിവരം.